എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പറ്റീഷനിലൊന്നാണ് പുട്ടും ചെറുപയറും. അപ്പോൾ ഇന്ന് എന്തായാലും ഷെഫ് പിള്ളയുടെ ചെറുപയർ കറി തന്നെ ആക്കാം എന്ന് കരുതി അങ്ങനെ ഞാൻ പുട്ടുണ്ടാക്കാനായിട്ട് പോവുകയാണ്. ആദ്യം തന്നെ ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് കരുതി. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ചായയും ഒരു കഷ്ണം കേക്കും കഴിച്ച് പുട്ടിനുള്ള പൊടിയൊന്ന് ഞാനിതാ വെള്ളം തെളിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ചെറുപയറെടുത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ ചെറുപയറൊക്കെ ഒന്ന് വറുത്തെടുത്ത് ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ചെറുപയർ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം സവാള കൂടി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായ പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി തേങ്ങ അരപ്പ് റെഡിയാക്കണം. അതിനായിട്ട് തേങ്ങയിലേക്ക് ഒരു 3 വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അപ്പോഴേക്കും എന്താ പുട്ടുപൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പുട്ടിതാ ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചെറുപയറൊക്കെ നന്നായി വെന്ത് വന്നു. അതിലേക്കുള്ള അരപ്പ് ചേർത്തു നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് നെയ്യ് കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷെഫ് പിള്ളയുടെ ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു സത്യം പറയട്ടെ, കറി ഒരു രസവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങളോട് ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ എന്തായാലും പറയുന്നില്ല.